Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Coloracals Gold Park, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. Zia Gold and Diamonds, the purest bond. Opposite SBI Main Road, Trikkaripur. ദീദി ഇലക്ട്രിക്കൽ ആൻഡ് ഹാർഡ്വെയർസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, പഴയങ്ങാടി. ഓറ ഹോം സെന്റർ, ഓറ ഓരോ വീടും. പുനർജനി യോഗ കൗൺസിലിംഗ് ആൻഡ് മെഡിറ്റേഷൻ സ്റ്റഡി സെന്റർ, പഴയങ്ങാടി. നമസ്കാരം. സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ കോവിഡ് വാക്സിൻ വിതരണം ആരംഭിക്കും. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം പ്രധാന വാർത്തകൾ ആദ്യം. സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ കോവിഡ് വാക്സിൻ വിതരണം ആരംഭിക്കും. 3.5 ലക്ഷത്തിലധികം ആരോഗ്യ പ്രവർത്തകർ ഇതിനോടകം തന്നെ വാക്സിനേഷൻ രജിസ്റ്റർ ചെയ്തു. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കരാറുകാർ ജനുവരി 11 സൂചന പണി നിർത്തിവെക്കൽ സമരം നടത്തും. ചീമേനി പോർക്കലി സ്റ്റീൽസിൽ മുന്നിൽ നടക്കുന്ന അനിശ്ചിതകാല തൊഴിലാളി സമരം ശക്തിപ്പെടുത്താൻ ചുമട്ട് തൊഴിലാളി യൂണിയനുകളുടെ തീരുമാനം. നോർത്ത് മലബാർ റെയിൽവേ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണൂരിൽ നിന്നും ആരംഭിച്ച റെയിൽവേ സ്റ്റേഷൻ സംരക്ഷണ യാത്രയ്ക്ക് ഏഴിമല റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സ്വീകരണം. ആകാശവാണിയുടെ പ്രാദേശിക നിലയ പദവി എടുത്തുകളഞ്ഞ് തിരുവനന്തപുരം നിലയത്തിന്റെ കീഴിൽ പങ്കാളിത്ത നിലയമാക്കുന്നതിൽ റേഡിയോ ശ്രോതാക്കളുടെ കലാസാംസ്കാരിക സംഘടനയുടെ പ്രതിഷേധം. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി വിവിധയിടങ്ങളിൽ നടത്തിയ കൃഷികളുടെ വിളവെടുപ്പ് നടന്നു. പച്ചക്കറി കൃഷിയിൽ നൂതന സംവിധാനങ്ങളോടെ വിജയകഥ തീർത്ത് പഴയങ്ങാടി രാമപുരത്തെ ഗോപകുമാർ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ കോവിഡ് വാക്സിൻ വിതരണം ആരംഭിക്കും. 3.5 ലക്ഷത്തിലധികം ആരോഗ്യ പ്രവർത്തകർ ഇതിനോടകം തന്നെ വാക്സിനേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ജില്ലയിൽ 9 വാക്സിനേഷൻ കേന്ദ്രങ്ങളാണ് ഉണ്ടാവുക. ആരോഗ്യ പ്രവർത്തകർക്കാണ് മുൻഗണനയെങ്കിലും ഗർഭിണികളായ ആരോഗ്യ പ്രവർത്തകർക്ക് വാക്സിൻ നൽകില്ല. മുലയൂട്ടുന്ന അമ്മമാരെ ഒഴിവാക്കാനും തീരുമാനമുണ്ട്. സംസ്ഥാനത്ത് 133 കേന്ദ്രങ്ങളിലാണ് ആരോഗ്യ പ്രവർത്തകർക്ക് വാക്സിൻ നൽകുക. ജില്ലയിൽ 9 വാക്സിനേഷൻ കേന്ദ്രങ്ങളാണ് ഉണ്ടാവുക. ഒരു കേന്ദ്രത്തിൽ നിന്ന് ഒരു ദിവസം 100 പേർക്കാണ് വാക്സിൻ നൽകുക. ഇത്തരത്തിൽ 133 കേന്ദ്രങ്ങളിൽ നിന്ന് പ്രതിദിനം 13,300 പേർക്ക് ഒരു ദിവസം വാക്സിൻ നൽകാനാകും. സംസ്ഥാനത്ത് 3.5 ലക്ഷത്തിലധികം ആരോഗ്യ പ്രവർത്തകർ ഇതിനോടകം തന്നെ വാക്സിനേഷന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിക്കുന്ന കോവിഷീൽഡ്, ഭാരത് ബയോടെക്കിന്റെ കോവാക്സിൻ എന്നീ വാക്സിനുകൾക്കാണ് രാജ്യത്ത് അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകിയിട്ടുള്ളത്. വാക്സിനേഷൻ നടപ്പാക്കുന്നതിന് മുന്നോടിയായി രാജ്യവ്യാപകമായി ഡ്രൈ റണ്ണുകൾ സംഘടിപ്പിച്ചിരുന്നു. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കരാറുകാർ ജനുവരി 11 സൂചന പണി നിർത്തിവെക്കൽ സമരം നടത്തും. സമരത്തിൽ എല്ലാ വകുപ്പുകളിലെയും കരാറുകാർ പങ്കെടുക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. പെട്രോളിയം, ഡീസൽ ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കുക, ഈ ഉൽപ്പന്നങ്ങൾക്ക് GST നടപ്പിലാക്കുക, വില വ്യതിയാന വ്യവസ്ഥ നടപ്പിലാക്കുക, സിമന്റ്, സ്റ്റീൽ, PVC പൈപ്പുകൾ, ക്വാറി, ക്രഷർ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ നിർമ്മാണ വസ്തുക്കൾക്കുണ്ടായിരിക്കുന്ന അസാധാരണ വിലവർധനയ്ക്ക് പരിഹാരമുണ്ടാക്കുക, കേരള സർക്കാർ സംരംഭമായ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കരാറുകാർക്കുള്ള OD ലോണിനുള്ള രജിസ്ട്രേഷൻ ചാർജും പ്രോസസിംഗ് ചാർജും 4 ഇരട്ടിയായി വർദ്ധിപ്പിച്ചത് പിൻവലിക്കുക, കരാറുകാരുടെ കുടിശ്ശിക ഉടൻ കൊടുത്തു തീർക്കുക, കരിനിയമങ്ങൾ പിൻവലിക്കുക, COVID-19 മൂലമുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ പ്രത്യേക പാക്കേജ് നടപ്പിലാക്കുക, ആനുകൂല്യങ്ങൾ കരാറുകാർക്കും അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സൂചന പണിനിർത്തൽ സമരം നടത്തുന്നത്. കേരളത്തിലെ 90% ചെറുകിട ഇടത്തരം കരാറുകാരും കടക്കെണിയിൽപ്പെട്ടിരിക്കുകയാണ്. നിർമ്മാണ കരാർ മേഖലയുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾ, ചരക്ക് വിതരണക്കാർ തുടങ്ങിയവരും പ്രതിസന്ധിയിലാണ്. നിർമ്മാണ വസ്തുക്കളുടെ വിലകൾ 40 മുതൽ 60% വരെയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ജൽജീവൻ മിഷൻ, ലൈഫ് ഭവന പദ്ധതി, PMGSY, തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രവർത്തികൾ എന്നിവ സ്തംഭിച്ചു കഴിഞ്ഞു. COVID-19 കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഇളവുകൾ പോലും
കേരള സർക്കാർ കരാറുകാർക്ക് നൽകുന്നില്ല. EMD സെക്യൂരിറ്റി പൂർത്തിയാക്കൽ സമയം എന്നിവയിൽ കേന്ദ്രം ഇളവുകൾ നൽകിയിട്ടുണ്ട്. റോഡ്, കെട്ടിട ജലവിതരണ പദ്ധതികൾ തുടങ്ങിയവയുടെ അറ്റകുറ്റപ്പണികൾ തുടരാനാവാത്ത സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. ജനുവരി 12-ന് തിരുവനന്തപുരത്ത് ചേർന്ന സംയുക്ത സമരസമിതി അനിശ്ചിതകാല പണി നിർത്തിവെക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കും. മാധ്യമ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് C. രാജൻ, ജില്ലാ സെക്രട്ടറി KM അജയ്കുമാർ, എക്സിക്യൂട്ടീവ് സെക്രട്ടറി സുനിൽ പോള, ട്രഷറർ PA രാജീവ്, വൈസ് പ്രസിഡന്റ് OC ഉല്ലാസൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ചീമേനി പോർക്കലി സ്റ്റീൽസിന് മുന്നിൽ നടക്കുന്ന അനിശ്ചിതകാല തൊഴിലാളി സമരം ശക്തിപ്പെടുത്താൻ ചുമട്ടുതൊഴിലാളി യൂണിയനുകൾ തീരുമാനിച്ചു. സ്ഥാപനമുടമയുടെ നിഷേധാത്മക നിലപാട് അപലപനീയമാണെന്ന് KKNTU ജില്ലാ പ്രസിഡന്റ് A. കുഞ്ഞമ്പ് പറഞ്ഞു. ഇനിയും ആ അവസ്ഥ മുന്നോട്ട് പോകും. തൊഴിലാളി സമരത്തിനും ബാക്കിയുള്ള എല്ലാ സഹായത്തിനും നമ്മുടെ KKNTUസിലെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടും ഈ തൊഴിലാളി സമരത്തിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അറിയിക്കുന്നു. തങ്ങളുടെ തൊഴിൽ നിഷേധിക്കുന്നതിൽ പ്രതിഷേധിച്ച് ചുമട്ടുതൊഴിലാളി യൂണിയനുകളായ INTUCയും CITUയും നടത്തിവരുന്ന അനിശ്ചിതകാല സമരം 47 ദിവസം പിന്നിട്ടു. ശനിയാഴ്ച നടന്ന ചർച്ചയും പരാജയപ്പെട്ട സ്ഥിതിക്ക് സമരം ശക്തിപ്പെടുത്തുവാനാണ് യൂണിയനുകൾ തീരുമാനമെടുത്തത്. തൊഴിലാളികൾ ടൗൺ സെന്ററിൽ നിന്ന് പ്രകടനമായി വന്ന് സ്ഥാപനത്തിന് മുന്നിൽ കേന്ദ്രീകരിച്ച് പ്രതിഷേധ യോഗം നടത്തി. ചടങ്ങിൽ TP വിനോദ് അധ്യക്ഷത വഹിച്ചു. KV കുഞ്ഞിരാമൻ, സെബാസ്റ്റ്യൻ പതാലിൽ, ക്ലാരമ്മ സെബാസ്റ്റ്യൻ, ടോമി പ്ലാച്ചേരി, T. തമ്പാൻ, K. ദാമോദരൻ, A. ജയരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. നോർത്ത് മലബാർ റെയിൽവേ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണൂരിൽ നിന്നും ചെയർമാൻ അഡ്വക്കേറ്റ് റഷീദ് കൗവായുടെ നേതൃത്വത്തിൽ ആരംഭിച്ച റെയിൽവേ സ്റ്റേഷൻ സംരക്ഷണ യാത്രയ്ക്ക് ഏഴിമല റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സ്വീകരണം നൽകി. നമ്മളിപ്പോൾ കടന്നു വന്ന ഓരോ ചെറിയ ചെറിയ റെയിൽവേ സ്റ്റേഷനിലും ആളുകളെല്ലാം വളരെ ആശങ്കയിലാണ്. നമ്മൾ പാപ്പിനിശ്ശേരി പോയപ്പോൾ അവിടെയും ഇതുപോലെ പ്രദേശവാസികൾ സംഘടിച്ചു ഞങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങൾ ഇതുപോലെ കാത്തിരുന്ന് സ്വീകരിച്ച് അവർ കാര്യങ്ങൾ ബോധിപ്പിച്ചു. ഞങ്ങൾ വളപട്ടണം പോയി. അതുപോലെ തന്നെ ഓരോ കണ്ണപുരത്തായാലും പഴയങ്ങാടിയിൽ എല്ലായിടത്തും ആളുകളെല്ലാം ആശങ്കയിലാണ്. കാരണം പുതിയ നയത്തിന്റെ ഫലമായി ഓരോരോ റെയിൽവേ സ്റ്റേഷനുകൾ നിലനിൽപ്പിന് വേണ്ടി കേഴുകയാണ്. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. പ്രാർത്ഥന സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. സ്റ്റേഷന്റെ പദ്ധതി തന്നെ നിർത്തലാക്കിക്കൊണ്ടുള്ള ഉത്തരവ് രംഗത്തെത്തിയിട്ടുള്ളത്. അതിനെതിരെ ശക്തമായി തന്നെ പ്രതിഷേധിക്കേണ്ടതുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ റെയിൽവേ സ്റ്റേഷനെ നിലനിർത്തേണ്ട ആവശ്യകത നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്. ഒരുപാട് യാത്രക്കാർ ഈ സ്റ്റേഷനെ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഏത് ഭാഗത്തേക്കായാലും മംഗലാപുരം, KMC തുടങ്ങിയ ഏത് ഭാഗത്തേക്കും നമ്മുടെ ഈ സ്റ്റേഷനിൽ നിന്നാണ് യാത്രക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. PV രമേശൻ അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ KV വാസു, P. ലക്ഷ്മണൻ, KV സതീഷ് കുമാർ, M. കുഞ്ഞിരാമൻ, P. വിനോദ്, പപ്പൻ കുഞ്ഞിമംഗലം എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പച്ചക്കറി കൃഷിയിൽ വിജയഗാഥ തീർത്ത് പഴയങ്ങാടി രാമപുരത്തെ ഗോപകുമാർ. പച്ചക്കറി കൃഷി രംഗത്ത് നൂതന സംവിധാനങ്ങളോടെയാണ് ഗോപന്റെ കൃഷി നേട്ടം. വീടിന് സമീപത്തെ 70 സെന്റ് സ്ഥലത്താണ് ഗോപകുമാറിന്റെ പച്ചക്കറി കൃഷി. വെണ്ട, പയർ, വഴുതിന, മത്തൻ, ഇളവൻ എന്നിവയെല്ലാം ഗോപന്റെ കൃഷിയിടത്തിൽ സമൃദ്ധമായുണ്ട്. ഒപ്പം വാഴയും കൃഷി ചെയ്യുന്നു. റോബസ്റ്റ്, നേന്ത്രവാഴ, ഞാലിപ്പൂവൻ എന്നീ ഇനങ്ങളെല്ലാം കുലച്ചു നിൽക്കുന്ന മനോഹരമായ കാഴ്ച. താർവീപ്പയിൽ മണ്ണും വളവും ഒരുക്കി ഗോപൻ നടത്തിയ കൃഷി ഏറെ വിജയകരമായിരുന്നു എന്ന് സുഹൃത്ത് വിനോദ് സാക്ഷ്യപ്പെടുത്തുന്നു. രാമപുരത്തിലെ ഗോപന്റെ പച്ചക്കറി വാഴ കൃഷിത്തോട്ടായത്. മുമ്പേ പരമ്പരാഗതമായി കൃഷിക്കാരായിരുന്നു അച്ഛനും അമ്മയിലും. അപ്പോൾ ഇപ്പം ഇവനത് തുടർന്ന് വരുന്നുണ്ട്. സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളൊന്നും മേടിക്കാനും മറ്റൊന്നും ശ്രമിക്കലില്ല. ഏകദേശം ഒരു 50 സെന്റിൽ കൂടുതൽ പച്ചക്കറി, വാഴ, പയർ, ഇളവൻ, മത്തൻ, വെണ്ട ഇങ്ങനെയെല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. ചീര.
സർക്കാരിൽ നിന്നും മറ്റ് ഏജൻസികളിൽ നിന്നും യാതൊരുവിധ ആനുകൂല്യങ്ങളും പറ്റാതെയാണ് ഗോപന്റെ കൃഷി. കാർഷിക രംഗത്ത് ഗോപന്റെ ഒറ്റയാൾ പോരാട്ടം ഏറെ മാതൃകാപരമാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ആകാശവാണിയുടെ പ്രാദേശിക നിലയ പദവി എടുത്തുകളഞ്ഞ് തിരുവനന്തപുരം നിലയത്തിന്റെ കീഴിൽ പങ്കാളിത്ത നിലയമാക്കുന്നതിൽ റേഡിയോ ശ്രോതാക്കളുടെ കലാസാംസ്കാരിക സംഘടനയായ കാഞ്ചീരവം കലാവേദി കണ്ണൂർ ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. സംസ്ഥാന സെക്രട്ടറി പയ്യന്നൂർ വിനീത് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 3 പതിറ്റാണ്ടിലേറെ കാലമായി യുവാക്കൾക്ക് അവസരം നിഷേധിച്ച മാധ്യമ സ്ഥാപനമാണ് ആകാശവാണി. ആവശ്യമായ സ്ഥിരം ജീവനക്കാരെ നിയമിച്ച് പ്രോഗ്രാം വിഭാഗത്തിലെ മനുഷ്യവിഭവ പരിമിതിയെ മറികടക്കണമെന്നും പ്രാദേശിക കലാകാരന്മാരുടെ അവസരങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ആകാശവാണിയെ സംരക്ഷിക്കാൻ ശ്രോതാക്കൾ തെരുവിലിറങ്ങണമെന്ന് വരുന്നത് ഖേദകരമാണെന്നും ഡൽഹിയിൽ നിന്ന് കേരളത്തിലെത്തിയ സ്ഥിതിഗതികൾ മനസ്സിലാക്കാൻ പ്രസാർ ഭാരതിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ തയ്യാറാകണമെന്നും ഇവർ പറഞ്ഞു. പള്ളിക്കുന്നിലെ നിലയത്തിന് മുന്നിൽ നടന്ന പ്രതിഷേധ സംഗമത്തിന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ചന്ദ്രോത്ത് രാജൻ നേതൃത്വം നൽകി. കെ വല്യ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. മധു പട്ടാനൂർ, കുഞ്ഞപ്പൻ തൃക്കരിപ്പൂർ, ഗണേഷ് വെള്ളിക്കീൽ, രേഖ മാപ്പിടിച്ചേരി, ശിവദാസൻ കണ്ണാടിപ്പറമ്പ്, സി കെ രാജേഷ്, പ്രശാന്ത് പി മണിയറ, കാഞ്ചന മുണ്ടയാട് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് യൂണിറ്റും കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രവും ചേർന്ന് നടത്തുന്ന ഉഴുന്ന് കൃഷിയുടെ വിത്തിടൽ കടന്നപ്പള്ളിയിലെ തുമ്പോട്ടയിൽ നടന്നു. ടി വി രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. കടന്നപ്പള്ളി എന്ന് തന്നെ പേരിൽ തന്നെ അത് കാർഷിക സംസ്കൃതിയിൽ നിന്നുണ്ടായിട്ടുള്ള ഉയർകൊണ്ട ഒരു പേരാണ്. SPC നമ്മുടെ കടന്നപ്പള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊണ്ടുവരണം എന്ന് PP താമരാട്ടനാണ് എന്നോട് ആവശ്യപ്പെടുന്നത്. കാരണം NCC പോലെ കേരളത്തിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഉത്തരവാദിത്വ ബോധം, അച്ചടക്കം, രാജ്യസ്നേഹം, സേവന തൽപരത ഇതൊക്കെ വളർത്തിയെടുക്കാൻ സംസ്ഥാന സർക്കാർ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ്, 2006 VS സർക്കാരിൻ്റെ കാലത്താണ് അന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥനായ ശ്രീ P. വിജയൻ IAS അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി ഇത്തരമൊരു സംവിധാനം രൂപപ്പെടുത്തിയെടുക്കുന്നത്. PP ദാമോദരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർ കോമളവല്ലി VA വിത്ത് കൈമാറി. കോവിഡ് കാലത്ത് മാനസികവും ശാരീരികവുമായി ഉല്ലാസത്തിനുതകുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിലെ വിദ്യാർത്ഥികൾ ചെയ്തിട്ടുണ്ട്. വീട്ടിൽ പൂന്തോട്ട നിർമ്മാണം, യോഗ, പച്ചക്കറി കൃഷി, ഭക്ഷണം പാകം ചെയ്യൽ, പത്രവാർത്ത, ഡയറി എഴുതൽ, ക്രാഫ്റ്റ്, കലാകായിക പ്രകടനങ്ങൾ തുടങ്ങിയവ കുട്ടികൾ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഭാഗമായാണ് ഉഴുന്ന് വിത്തിടൽ നടത്തിയത്. ചടങ്ങിൽ പരിയാരം ഇൻസ്പെക്ടർ KV ബാബു, കൃഷി വിജ്ഞാൻ കേന്ദ്രം മേധാവി ഡോക്ടർ P. ജയരാജൻ, ലതീഷ് പുതിയടത്ത്, മനോജ് കൈപ്രത്ത്, സതീശൻ KC, PT ബാലകൃഷ്ണൻ, സുധീർ കുമാർ, മല്ലപ്പള്ളി നാരായണൻ, ലീന PV, രാജമ്മ AM, സിൽജ M എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കർഷക സമരത്തിന് ഡൽഹിയിലേക്ക് പോകുന്ന കർഷക സംഘം പ്രതിനിധികൾക്ക് കർഷക സംഘം മാടായി ഏരിയ കമ്മിറ്റി യാത്രയപ്പ് നൽകി. പിലാത്രയിൽ നടന്ന യാത്രയപ്പ് ചടങ്ങ് OV നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കർഷക സമരത്തിനായി ഡൽഹിയിലേക്ക് പോകുന്ന കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം MV രാജീവൻ, ഏഴോം വെസ്റ്റ് വില്ലേജ് കമ്മിറ്റി അംഗം M. പ്രജീഷ്, ചെറുതാഴം വെസ്റ്റ് വില്ലേജ് കമ്മിറ്റി അംഗം PV രമേശൻ എന്നിവർക്ക് പിലാത്രയിൽ വെച്ച് കർഷക സംഘം മാടായി ഏരിയ കമ്മിറ്റി നൽകിയ യാത്രയപ്പ് ചടങ്ങ് V. രമേശൻ ഉദ്ഘാടനം ചെയ്തു. സമയത്ത് മരിച്ചു വീണവരെ എണ്ണം ഇപ്പോൾ തിട്ടപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ പങ്കെടുത്തതായിരുന്നോ ഒരു കാര്യങ്ങളോ ഇങ്ങനെ 44 ദിവസം നടത്തിയ സഹന സമരം. OV നാരായണൻ അധ്യക്ഷത വഹിച്ചു. M. ശ്രീധരൻ, IV ശിവരാമൻ, AV മണിപ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി കടന്നപ്പള്ളി പാണപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് കണ്ടോന്താറിൽ നടത്തിയ മരച്ചീനി കൃഷി വിളവെടുപ്പ് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. സുലജ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. സാമ്പത്തിക മേഖലയിലും അതുപോലെ തന്നെ കാർഷിക മേഖലയിലും നേരിടുന്ന വെല്ലുവിളികൾ അതിജീവിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു കാർഷിക പുനരുജ്ജീവന പദ്ധതിയായിട്ടാണ് സുഭിക്ഷ കേരളം പദ്ധതി. ആ പദ്ധതിയിൽ പ്രധാനമായും ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത് ഭക്ഷ്യ സ്വയം പര്യാപ്തതയോടൊപ്പം തന്നെ പൊതുവിപണിയിലുള്ള വിലക്കയറ്റം പിടിച്ചു നിർത്തുക എന്നുള്ളതും കൂടിയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. ബാങ്ക് പ്രസിഡന്റ് T. രാജൻ അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് K. പത്മനാഭൻ, വാർഡംഗം MV പ്രീത, മുൻ ബാങ്ക് പ്രസിഡന്റ് TV ചന്ദ്രൻ, മാടക്ക ദാമോദരൻ, A. ഷംസുദ്ദീൻ, ബാങ്ക് സെക്രട്ടറി VV മധുസൂദനൻ, ബ്രാഞ്ച് മാനേജർ TV രമേശൻ എന്നിവർ സംസാരിച്ചു. കിലോയ്ക്ക് 15 രൂപ നിരക്കിൽ പൊതുജനങ്ങൾക്ക് മരച്ചീനി വിതരണം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. 65-ാം വയസ്സിലും തമ്പാൻ തെങ്ങ് കയറ്റം തുടരുകയാണ്.
2 പതിറ്റാണ്ട് മുമ്പ് തുടങ്ങിയ ഈ ജോലി തമ്പാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ജോലി കൂടിയാണെന്നതുകൊണ്ട് തന്നെയാണിത്. ആലപ്പടമ്പിലെ 65 വയസ്സുകാരനായ തമ്പാന് തെങ്ങുകയറ്റം ഒരു ജോലി മാത്രമല്ല, ആനന്ദം കൂടിയാണ്. കാലം മാറുകയും തെങ്ങുകയറ്റക്കാർ യന്ത്രവൽകൃത ലോകത്തേക്ക് ചുവടുവെക്കുകയും ചെയ്തിട്ടും തമ്പാൻ മാത്രം മാറാൻ കൂട്ടാക്കിയില്ല. ഇതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാണെന്നാണ് തമ്പാന്റെ അഭിപ്രായം. അന്നേരം ചെറിയ കൂലി കിട്ടില്ലല്ലോ. ഇപ്പം പിന്നെ 1200 രൂപ മിനിമം കൂലി വാങ്ങുന്ന നമ്മ പിന്നെ ഒറ്റ പോകുമ്പോൾ തെങ്ങിന് 50 രൂപ എങ്ങനെ വാങ്ങലുണ്ട്. പണ്ടൊക്കെ 5 രൂപയായിരുന്നു ഒരു തെങ്ങ് കയറിയാൽ കിട്ടുക. ഇന്ന് മോശമല്ലാത്ത വരുമാന മാർഗമാണിത്. മാത്രമല്ല ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരും കുറവ്. ആരോഗ്യമുള്ള കാലത്തോളം ഈ തൊഴിൽ ചെയ്യാൻ തന്നെയാണ് തമ്പാന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. രാമന്തളി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഈ വർഷം നടത്താൻ നിശ്ചയിച്ച പെരിങ്കളിയാട്ട മഹോത്സവം കോവിഡ് പശ്ചാത്തലത്തിൽ മാറ്റിവെച്ച സാഹചര്യത്തിൽ ക്ഷേത്രം ആചാരക്കാർക്കും കോലധാരികൾക്കും സാമ്പത്തിക സഹായം നൽകി ക്ഷേത്രം ഭാരവാഹികളും സമുദായ അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. രാമന്തളി ശ്രീ മുച്ചിലോട്ട് പെരിങ്കളിയാട്ടം കോവിഡ് മൂലം മാറ്റിവെച്ച പശ്ചാത്തലത്തിൽ വേല ചുറ്റുവിളക്ക് അടിയന്തര ദിവസം ക്ഷേത്ര ആചാരക്കാർക്കും കോലധാരികൾക്കും സാമ്പത്തിക സഹായം നൽകി. ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രം പ്രസിഡന്റ് VV ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം സെക്രട്ടറി TV ബാലകൃഷ്ണൻ സഹായധനം കൈമാറി. KV രാജേഷ് നന്ദി പറഞ്ഞു. ലൈബ്രറി കൌൺസിൽ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് നേതൃസമിതിയുടെ നേതൃത്വത്തിൽ മേഖലാതല വായനാ മത്സരം കൈതപ്രം വായനശാലയിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ CI വത്സല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. താഴ്ന്ന പ്രാഥമിക തലത്തിലുള്ള പരീക്ഷകളിലുമൊക്കെ ഞാൻ പങ്കെടുത്തിരുന്നു. വളരെ നല്ല രീതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വായനാശീലമുള്ള കുട്ടികളാണ് ഇവിടെ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വായനയ്ക്ക് പല ലക്ഷ്യങ്ങളുണ്ട്, അതിൻ്റെ ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ പ്രത്യേകിച്ച് ആശയധാരണകൾ ഉണ്ടാകാൻ, ഒരു കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായി വിലയിരുത്താൻ ഒരുപാട് പരിശീലനത്തിലൂടെയാണ് അത്തരം കഴിവുകൾ നാം നേടിയെടുക്കുന്നത്. ലൈബ്രറി കൌൺസിൽ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് നേതൃസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ മേഖലാതല വായനാ മത്സരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നേതൃസമിതി പ്രസിഡന്റ് റഫീഖ് പാണപ്പുഴ അധ്യക്ഷത വഹിച്ചു. EV ഭാസ്കരൻ, V നാരായണൻ നമ്പൂതിരി, MV രവി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ JCIയുടെ 2021 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. ഇടയിൽ ഏറ്റവും നല്ല മതിപ്പും അഭിപ്രായങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നിലയിലേക്കുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് കാണാൻ വേണ്ടി കഴിയും. 2010 മുതൽ 2015 വരെ ഉള്ള വർഷങ്ങളിൽ പയ്യന്നൂർ നഗരസഭയുടെ ചെയർപേഴ്സൺ എന്നുള്ള നിലയിൽ വന്നപ്പോൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പല ആളുകളും അന്നും പയ്യന്നൂരിലെ സജീവ സാന്നിധ്യമായി JCയുടെ പ്രവർത്തകന്മാരായി ഉണ്ടായിരുന്നു. സ്ഥാനാരോഹണ ചടങ്ങിൽ അനൂപ് MK അധ്യക്ഷത വഹിച്ചു. സോൺ പ്രസിഡന്റ് സജിത് കുമാർ, വൈസ് പ്രസിഡന്റ് ജിതിൻ ജോർജ്, KK സതീഷ് കുമാർ, സജിത്ത് പലേരി, ജയജിത്ത്, വിനയ പ്രഭു എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി ശ്രീജേഷ് PVA പ്രസിഡന്റായും വിനയ പ്രഭുവിനെ സെക്രട്ടറിയായും പ്രദീപ് MV ട്രഷററായും തെരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പാടിയോട്ടുചാൽ ലയൺസ് ക്ലബ് അംഗങ്ങളുടെ കുടുംബസംഗമവും പുതിയ അംഗങ്ങളുടെ സ്വീകരണവും ക്രിസ്മസ് പുതുവത്സരാഘോഷവും പാടിയോട്ടുചാൽ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് AV വാമനകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ എത്ര പണക്കാരാണെങ്കിലും, നമ്മൾ എത്ര വലിയ ജോലി ചെയ്യുന്നവരാണെങ്കിലും, നമ്മൾ എത്ര ജീവിതത്തിൽ വെൽ സെറ്റിൽഡ് ആണെങ്കിലും, നമ്മൾ ഒരു കൂട്ടത്തിന്റെ കൂടത്തിൽ നിന്ന് മാത്രമേ അതിന് ശോഭയുള്ളൂ. നമ്മൾ എന്ത് കഴിവിലും നമ്മൾ ആരോടുമായി യോജിക്കാതെ, ഒരു സമൂഹത്തിന്റെ ഭാഗമാവാതെ നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ
ഈ തീ നഷ്ടപ്പെട്ടത് ഒരുപോലെയാക്കിയും ഞാൻ നിങ്ങളും. ക്ലബ്ബ് പ്രസിഡന്റ് ബിനോയ് പി മാത്യു അധ്യക്ഷനായി. ലയൺസ് ക്ലബിന്റെ ഹോം ഫോർ ഹോംലെസ് പ്രൊജക്ടിലേക്കുള്ള ധനസഹായം GMT കോർഡിനേറ്റർ വിശോഭ് പനങ്ങാട്ട് കൈമാറി. ജയരാജ് കുട്ടമത്ത്, KP അബൂബക്കർ സിദ്ദിഖ്, K സീനു, ബിജു VK, TV സുജിത് നമ്പ്യാർ, ജോർജ് ജോസഫ്, K ശശിധരൻ, KM കുഞ്ഞപ്പൻ, M കൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. KASPA വാർഷിക ജനറൽ ബോഡി യോഗം കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെച്ച് നഗരസഭാ ചെയർപേഴ്സൺ, അക്കാദമിയുടെ സീനിയർ പ്രവർത്തകനും മുൻ അധ്യക്ഷനും രക്ഷാധികാരിയും പയ്യന്നൂരിന്റെ സാമൂഹ്യ സാംസ്കാരിക ആതുര കായിക സേവന മണ്ഡലത്തിലെ നിറസാന്നിധ്യവുമായ ഡോക്ടർ മോഹൻ രാംദാസ് അനുസ്മരണ ഭാഷണം നടത്തി. തുടർന്ന് അക്കാദമിയുടെ സീനിയർ പ്രവർത്തകനും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവുമായ ഡോക്ടർ PV അബൂബക്കർ, VM ദാമോദരൻ മാസ്റ്റർ എന്നിവരെ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. KASPA പ്രസിഡന്റ് KV ജയറാം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KV പ്രഭാകരൻ, KKS പൊതുവാൾ, സുജിത് കുമാർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ കോവിഡ് വാക്സിൻ വിതരണം ആരംഭിക്കും. 3.5 ലക്ഷത്തിലധികം ആരോഗ്യ പ്രവർത്തകർ ഇതിനോടകം തന്നെ വാക്സിനേഷൻ രജിസ്റ്റർ ചെയ്തു. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കരാറുകാർ ജനുവരി 11 സൂചന പണി നിർത്തിവെക്കൽ സമരം നടത്തും. ചീമേനി പോർക്കലി സ്റ്റീൽസിൽ മുന്നിൽ നടക്കുന്ന അനിശ്ചിതകാല തൊഴിലാളി സമരം ശക്തിപ്പെടുത്താൻ ചുമട്ടുതൊഴിലാളി യൂണിയനുകളുടെ തീരുമാനം. നോർത്ത് മലബാർ റെയിൽവേ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണൂരിൽ നിന്നും ആരംഭിച്ച റെയിൽവേ സ്റ്റേഷൻ സംരക്ഷണ യാത്രയ്ക്ക് ഏഴിമല റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സ്വീകരണം. ആകാശവാണിയുടെ പ്രാദേശിക നിലയ പദവി എടുത്തുകളഞ്ഞ് തിരുവനന്തപുരം നിലയത്തിന്റെ കീഴിൽ പങ്കാളിത്ത നിലയമാക്കുന്നതിൽ റേഡിയോ ശ്രോതാക്കളുടെ കലാസാംസ്കാരിക സംഘടനയുടെ പ്രതിഷേധം. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി വിവിധയിടങ്ങളിൽ നടത്തിയ കൃഷികളുടെ വിളവെടുപ്പ് നടന്നു. പച്ചക്കറി കൃഷിയിൽ നൂതന സംവിധാനങ്ങളോടെ വിജയഗാഥ തീർത്ത് പഴയങ്ങാടി രാമപുരത്തെ ഗോപകുമാർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.